എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീണ്ടും മാർക്കറ്റ് നല്ലൊരു വാളട്ടൈലായിരുന്നു. നിഫ്റ്റി 21,477 ഓപ്പൺ ചെയ്ത് പിന്നീട് അങ്ങോട്ട് താഴത്തേക്കാണ് വന്നത്. 21,383 വരെ വന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു പാരലൽ ചാനലിലാണ് മൂവ് ആയത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു പാരലൽ ചാനൽ മൂവ് ആയിക്കൊണ്ട് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അല്പം താഴത്തേക്ക് വന്ന് 21,446 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് 21,505, അതായത് 10 പോയിന്റ് അപ്പില് ടച്ച് ചെയ്ത് പിന്നീട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 47,940 ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് വന്ന് 47,635 ടച്ച് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാരലൽ ചാനലിലാണ് മൂവ് ആയത്. നിഫ്റ്റിയെ പോലെ തന്നെ ഒരു പാരലൽ ചാനലിൽ മൂവായി പിന്നീട് ആ ചാനലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് അല്പം താഴത്തേക്ക് വന്ന് 47,845 ക്ലോസ് ചെയ്തു. ഏതായിരുന്നാലും നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ കൊടുത്ത സ്റ്റോക്കുകളിൽ RT ഡ്രഗ്സ് നമ്മൾ 496 എൻട്രി പറഞ്ഞിരുന്നത്, പക്ഷെ 500 ഓപ്പൺ ചെയ്തത്. എന്നിരുന്നാലും നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ്, 520 വരെ പോയി. നെക്സ്റ്റ് വന്നത് ആക്സിസ് ബാങ്ക് ആയിരുന്നു. അത് 1000 സെൽ സൈഡാണ് പറഞ്ഞിരുന്നത്, അത് നമുക്ക് എൻട്രി പറ്റിയില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ടെലഗ്രാം ചാനലിൽ പറഞ്ഞവയുടെ പെർഫോമൻസ് കൂടെ ഒന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്നും മാർക്കറ്റിൽ നല്ലൊരു ചാകരയായിരുന്നു. ഹൈലി വാളറ്റൈൽ മാർക്കറ്റ് ആണ്. നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വിഷയമല്ല. ഇന്നലെ പറഞ്ഞ ബാങ്ക് നിഫ്റ്റി പുട്ട് സൈഡ് BTST അത് 40 പോയിന്റ് പ്രോഫിറ്റിലായിരുന്നു. എണ്ണം മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 1, 2, നിഫ്റ്റി 1, 3, 4, IRCTC 5, 6, 7, ഫിൻനിഫ്റ്റി 8, സോറി അത് എക്സിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0 to ഹീറോ 8, വീണ്ടും നിഫ്റ്റി 9, ലാസ്റ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 1, 10. ഓക്കെ, നെക്സ്റ്റ് നാളേക്കുള്ളൊരു BTST 11. അതിൽ 11 ഒന്നാമത്തെ കൂട്ടണ്ട, 10. 10 ഒരെണ്ണം മാത്രമാണ് നമുക്ക് ലോസ് അനുഭവപ്പെട്ടത്. കാരണം അത് ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ കൊടുത്തതാണ്, പക്ഷേ 10 പൈസയുടെ ഗ്യാപ്പിലാണ് നമുക്കത് ലോസ് അനുഭവപ്പെട്ടത്. ഓക്കെ, ഏതായാലും ഇന്നും നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചാകരയായിരുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമുക്കിനി നാളത്തേക്കുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തേത് ITC ആണ്. പലതവണ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ സെല്ലിംഗ് പ്രഷർ നല്ലോണം വന്നു, പക്ഷേ ബ്രേക്ക് ചെയ്തില്ല. മാത്രമല്ല ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാൻഡിൽ ശ്രദ്ധിക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 457 ബൈ ചെയ്യാം. 456 സ്റ്റോപ്പ് ലോസ്, 59, 60, 61 ടാർഗറ്റ്. അടുത്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇതും ഈ ഒരു റേഞ്ച് പലതവണ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ എന്നൊരു സംശയമുണ്ട്. അതല്ല എങ്കിൽ നാളെ 730 മേലെ 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 730.5 ബൈ ചെയ്യുക. 728.5 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 32, 32.5, 34, 35 ടാർഗറ്റ് വയ്ക്കുക. ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയാനുള്ള കാരണം ഇതിലും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് എടുക്കുക, സെല്ല് ചെയ്യുക. അതല്ല ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയത് ഫേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാമ്പിൽ നോക്കിയിട്ട് 700 ഈ പറഞ്ഞതിൽ
ബൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം അനാലൈസിസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുക. ഈ ചാനലിൽ യാതൊരുവിധ റെക്കമെൻഡേഷനും ഇല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. അഥവാ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിലും സ്വയം അനലൈസ് ചെയ്തും എടുക്കുക. ഓക്കെ, ബൈ.